നെക്സ്റ്റ് നമ്മൾ രണ്ട് പെയിൻറ്റിങ്സ് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പോൾ കാസ്പർ ഡേവിഡ് ഫ്രെഡറിക്കിൻ്റെ വാണ്ടറർ എബൌവ് ദ സീ ഓഫ് ഫോഗും മാൻ ആൻഡ് വുമൺ കോണ്ടംപ്ലേറ്റിംഗ് ദി മൂൺ. അത് വാണ്ടറർ എബൌവ് ദ സീ ഓഫ് ഫോഗ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ് 1818 അദ്ദേഹം പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. മാൻ ആൻഡ് വുമൺ കണ്ടംപ്ലേറ്റിംഗ് ദ മൂൺ എന്നുള്ളത് 1818 തൊട്ട് 1818 അല്ലെങ്കിൽ 1824 ആ ഒരു പീരീഡിലാണ് അദ്ദേഹം പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തത്. സോ നമുക്ക് ആദ്യമേ നമ്മുടെ പെയിൻറ്റർ ആർട്ടിസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കാസ്പർ ഡേവിഡ് ഫ്രെഡറിക് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്താ പറയുക, നല്ലൊരു റൊമാൻറ്റിസൈസ്ഡ് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ജർമ്മൻ റൊമാൻറ്റിക് മൂവ്മെൻറ്റിലൊരു ലീഡിങ് ഫിഗർ ആയിരുന്നു. നേച്ചർ, സ്പിരിച്വാലിറ്റി, സോളിറ്റ്യൂഡ്, സബ്ലൈം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മിസ്റ്ററി കാണും, ഒരു കൈൻഡ് ഓഫ് ക്യൂരിയോസിറ്റി കാണും, നേച്ചർ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പെയിൻറ്റിംഗ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് വാണ്ടറർ എബൌവ് ദ സീ ഓഫ് ഫോഗ് എന്നാണ്. 1818 ഇത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആർട്ട് വർക്ക് അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ആണിത്. ഓയിൽ പെയിൻറ്റിംഗ് ആണ്. പിന്നെ അതിൻ്റെ ക്യാൻവാസ് മെഷർ ചെയ്തിരിക്കുന്നത് 94.8 സെൻറ്റിമീറ്റർ ടു 74.8 സെൻറ്റിമീറ്റർ ആണ്. ഒരു റൊമാൻറ്റിസിസത്തിൻ്റെ വിഷ്വൽ ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റോ ആയിട്ട് പറയാം നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിനെ. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു ഹ്യൂമൻ കോൺഷ്യസ്നെസ്സും നേച്ചറിൻ്റെ ആ ഒരു ഫോഴ്സും തമ്മിലുള്ളൊരു ടെൻഷൻ, അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. വാണ്ടറർ എബൌവ് ദ സീ ഓഫ് ഫോഗ്. അപ്പോൾ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അറ്റ് ദി സെൻറ്റർ സ്റ്റാൻഡ്സ് എ സോളിറ്ററി മാൻ. അതായത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒത്ത നടുക്കൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കുവാണ്. അയാളുടെ പുറകുവശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു പുറകുവശത്തെ ആ ഒരു ബിഹൈൻഡ് ദ സീനാണ് കാണിച്ചിരിക്കുന്നത്. സോ അത് എക്സാമ്പിൾ എന്ന് പറയാം. ആ ഒരു ഫിഗറിനെ നമ്മളപ്പോൾ വിളിക്കുന്നത് റൂക്കൻ ഫിഗർ എന്നാണ്. RUCKENFIGUR. ഇതൊരു ജർമ്മൻ ടേം ആണ്, റൂക്കൻ ഫിഗർ. അദ്ദേഹം ഒരു ഡാർക്ക് ഗ്രീൻ ഓവർകോട്ട് വെയർ ചെയ്യുന്നുണ്ട്, ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട് കയ്യിൽ. ആൻഡ് അത് സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ഏതോ ഒരു റോക്കി മൗണ്ടൻ ക്ലൈംബ് ചെയ്തിട്ട് വന്ന് നിൽക്കുവാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വാസ്റ്റ് സീ ഓഫ് ഫോഗാണ്, അതായത് മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുവാണ്. അപ്പം അതിനകത്ത് മൗണ്ടൻ പീക്സ് നമുക്ക് അതിനകത്ത് കാണാനും സാധിക്കും ഈ ഫോഗിൻ്റെ ഇടയ്ക്കൂടെ. സ്കൈ വളരെ പെയിലാണ്, ലുമിനസ് ആണ്. മിസ്റ്റുമായിട്ട് ചേർന്ന് ഒരു ഡ്രീം ലൈക്ക് അറ്റ്മോസ്ഫിയർ ആണ് സ്കൈയുടെ ആ ഒരു ഇത് നമുക്ക് കാണിച്ചിരുന്നത്. ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു കോമ്പോസിഷനാണ്, പക്ഷേ മിസ്റ്റീരിയസ് ആണ്. അപ്പം മാൻ വളരെ ഫേമായിട്ട് കുറേ കല്ലിൻ്റെ പുറത്താണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അയാളുടെ താഴെ കുറച്ച് ഫോഗ് ഇങ്ങനെ കിടപ്പുണ്ട്. അത് കാണിക്കുന്നത് എന്തിനെയാണ്? അയാളുടെ മുന്നിലുള്ള ഫോഗ് കാണിക്കുന്നത് ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വാണ്ടറർ എന്നുള്ളൊരു ഇമേജ് ഒരു ഇൻഡിവിജ്വൽ റൊമാൻറ്റിക് ഹീറോയാണ് കാണിക്കുന്നത്. അയാൾ എന്തോ തോട്ട്ഫുള്ളായിട്ട് എന്തോ സെർച്ച് ചെയ്യുവാണ്. ആൻഡ് ഹീസ് ഐസൊലേറ്റഡ്. അദ്ദേഹത്തിൻ്റെ ബാക്ക് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വ്യൂവേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുവാണ്, അദ്ദേഹത്തിനെ മാത്രം നോക്കാതെ പ്ലേസും ബാക്കിയുള്ള ആ ഇമോഷൻസ്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മുടെ അടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുവാണ് നമ്മുടെ ആർട്ടിസ്റ്റ്. ഫോഗ് സിംബലൈസ് ചെയ്യുന്ന അൺനോൺ അല്ലെങ്കിൽ മിസ്റ്ററിയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലിമിറ്റ്. മൗണ്ടൻ ഫോഗിനകത്തൂടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തിനെ അല്ലെങ്കിൽ ലൈഫിലെ ചലഞ്ചസിനെയാണ് കാണിക്കുന്നത്. പിന്നെ ആ ഒരു ഫിയർ, ബ്യൂട്ടി ഓഫ് നേച്ചർ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് നേച്ചറാണ് വളരെ ഡിവൈൻ ആൻഡ് ഇൻഫിനിറ്റ് ആയിട്ട് കാണിക്കുന്നത്. വൈൽ മാൻ അപ്പിയേഴ്സ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്പിരിച്വലി എലിവേറ്റഡ്, വളരെ സ്മോൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിനകത്തൊരു റൊമാൻറ്റിക് ബിലീഫാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നേച്ചർ ഹ്യൂമൻ ഇമോഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സീനിനകത്ത് ബോത്ത് ലോൺലിനെസ്സും ഉണ്ട്, അതായത് വാണ്ടർ ഐസൊലേറ്റഡ് ആണ്, പക്ഷേ നേച്ചറുമായിട്ട് ഒരു യുണൈറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊരു ലാൻഡ്സ്കേപ്പ് മാത്രമല്ല, അതൊരു ഫിലോസഫിക്കൽ മെഡിറ്റേഷനാണ് ഓൺ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിലുള്ള ഒരു ആംബിഗ്വിറ്റി. അതായത് നമ്മുടെ ലൈഫിലെല്ലാം സർട്ടൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഓരോ ഡേയും എങ്ങനെ ആയിരിക്കും? അൺസർട്ടൻ ആയിരിക്കും. ഓരോ മൊമെൻറ്റ്സും അൺസർട്ടൻ ആയിരിക്കും. ആ അൺസർട്ടനിറ്റിയാണ് അവിടെ ഇത് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? മാൻ ആൻഡ് വുമൺ കോണ്ടംപ്ലേറ്റിംഗ് ദ മൂണാണ്. അത് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് മെച്യൂർ സ്റ്റൈലാണ് കാണിക്കുന്നത്. ഈ ഒരു പെയിൻറ്റിങ് കുറച്ച് മെച്യൂർ ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ഓയിൽ പെയിൻറ്റിംഗ് ആണ്. ക്യാൻവാസ് കുറച്ചും കൂടി സ്മോളറാണ്. മറ്റേ വാണ്ടറിൻ്റെ അതുകൂടെ നോക്കുമ്പോൾ കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സ്ത്രീയും പുരുഷനും കൂടി ഒരു റോക്കി പാത്തിൽ നൈറ്റിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. സ്കൈയിൽ ക്രസൻറ്റ് മൂണുണ്ട്, ചന്ദ്രക്കല പോലെ ആ മൂണിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഫേസ് ചെയ്ത് ഒരു സ്ത്രീയും പുരുഷനും കല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുവാണ് രാത്രിയിൽ. സിമ്പിൾ ഡാർക്ക് ക്ലോത്തിങ് ആണ്. അത് ഈ 19th സെഞ്ച്വറി ജർമ്മൻ ഫാഷൻ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഡാർക്ക് ക്ലോത്താണ് ഇവർ ഇട്ടിരിക്കുന്നത്. മാൻ കുറച്ചും കൂടി സ്ത്രീയുടെ അടുത്തോട്ട് ലീൻ ചെയ്ത് നിൽക്കുവാണ്.
സ്ത്രീ എന്താണ്, അയാളുടെ ആമിൽ റെസ്റ്റ് ചെയ്യുവാണ്. ആ ഒരു ടെൻഡർനെസ്സും അല്ലെങ്കിൽ ആ ഒരു ഷെയർഡായിട്ടുള്ള ആ ഒരു വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് അവിടെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അവിടെ അവരുടെ അടുത്ത് കുറച്ച് ട്വിസ്റ്റഡ് ട്രീസ് ഉണ്ട്. പിന്നെ ഒരു മൗണ്ടൻ നമുക്ക് വളരെ ഫെയിൻ്റ് ആയിട്ട് കാണാം. കുറച്ച് ഫോറസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. മൂൺലൈറ്റും ഉണ്ട്. മൂൺലൈറ്റ് പതുക്കെ സോഫ്റ്റ് ആയിട്ട് ഈ സീനിനെ ഇല്ലുമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മൂഡ് ഓഫ് മിസ്റ്ററിയും ഉണ്ട്, മൂഡ് ഓഫ് പാഷനേറ്റ് ലവ് എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ കപ്പിൾ ഇതിനെ കാണിക്കുന്നത് ഹ്യൂമൻ കമ്പാനിയൻഷിപ്പിനെ അല്ലെങ്കിൽ ലവിനെ അല്ലെങ്കിൽ യൂണിറ്റിയാണ്. അപ്പോൾ ഫെഡറിക്കിൻ്റെ വൈഫായിട്ടുള്ള കാരോളിനെയും ഈ ഒരു നമ്മുടെ പെയിൻറ്ററിൻ്റെ വൈഫിനെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ആ ഒരു പേഴ്സണൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ മൂണെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു സിമ്പിളാണ്. അത് ഫെയ്ത്തിനെ അല്ലെങ്കിൽ ഡിവൈൻ ലൈറ്റിനെ കാണിക്കുന്നു. അപ്പോൾ ക്രസൻറ്റ് മൂണെന്ന് പറയുന്നതും എന്താണ്, ആ ഒരു ഹോപ്പിനെ കാണിക്കുവാണ്. അപ്പോൾ നൈറ്റ് ലാൻഡ്സ്കേപ്പിലാണിത്. ഒരു ക്വൈറ്റ് ഡാർക്ക്നെസ് ഉണ്ട്, ട്രീസ് വളരെ ട്വിസ്റ്റഡ് ആയിട്ട് ബെയർ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മൂഡ് അത് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാസേജ് ഓഫ് ടൈമിനെ അല്ലെങ്കിൽ ഹ്യൂമൻ മോർട്ടാലിറ്റിയാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. കപ്പിൾ നോക്കുന്നത് മുകളിലോട്ടാണ്. അപ്പം നേച്ചറിനെ കുറച്ച് ഡിവൈനായിട്ട് കാണുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പം നേച്ചർ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് അല്ല, പക്ഷേ ഹ്യൂമൻ ഇമോഷൻ്റെ ആ ഒരു ഇതിൽ പാർട്ട്ണറായിട്ട് നേച്ചർ നിൽക്കുവാണ്. അപ്പോൾ ഇതൊരു പീസ്ഫുൾ മെഡിറ്റേഷനെയാണ് കാണിക്കുന്നത്. ഹ്യൂമൻ ലവും യൂണിവേഴ്സും കണക്റ്റഡ് ആണ് ഹാർമോണിയസ്ലി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ രണ്ട് പെയിൻറ്റിങ്സും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാണ്ടറർ എബൌവ് ദ സീ ഓഫ് ഫോഗ് എന്ന് പറയുന്നതിനകത്ത് സോളിറ്ററി ആയിട്ട് റിഫ്ലക്ഷൻ ആണെങ്കിലും മാൻ ആൻഡ് വുമണിൻ്റെ ആ ഒരു പോയത്തിനകത്ത് ഷെയർഡ് ആയിട്ടൊരു കപ്പിൾ കണ്ടംപ്ലേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. വാണ്ടറർ എബൌവ് ദ സീ ഓഫ് ഫോഗിനകത്ത് സെറ്റിംഗ് എന്താണ്, ഡേ ലൈറ്റ് ആണ് ഓവർ ഫോഗി മൗണ്ടൻസ്. മാൻ ആൻഡ് വുമൺ പെയിൻറ്റിങ്ങിനകത്ത് നൈറ്റ് ടൈം ആണ് അണ്ടർ മൂൺ ലൈറ്റ്. മറ്റേതിൻ്റെ മൂഡ് കുറച്ച് മിസ്റ്റീരിയസ് ആണ്. മാൻ ആൻഡ് വുമൻ്റെ മൂഡെന്ന് വെച്ചാൽ കുറച്ച് കാം ആൻഡ് ഫെയ്ത്ത് ആൻഡ് ടെൻഡർനെസ് ഉണ്ട്. പിന്നെ തീം വരുമ്പോൾ ലവ്, കമ്പാനിയൻഷിപ്പ് ആൻഡ് സ്പിരിച്വാലിറ്റിയാണ് മാൻ ആൻഡ് വുമൺ പെയിൻറ്റിങ്ങിനകത്ത്. മറ്റേതിനകത്ത് ഒരു ഇൻഡിവിജ്വൽ സ്ട്രഗിളിനെ കുറിച്ചും നേച്ചറിൻ്റെ ആ ഒരു മിസ്റ്റീരിയസ് ഇതിനെക്കുറിച്ചും പറയുന്നു അല്ലേ. അപ്പോൾ ബോത്ത് ദി പെയിൻറ്റിങ്സിനകത്ത് കാസ്പർ ഡേവിഡ് ഫെഡറിക്കിൻ്റെ സ്പിരിച്വൽ വിഷൻ, അതായത് നേച്ചർ എന്ന് പറയുന്നത് ഹ്യൂമൻ സോളിൻ്റെ മിററാണ് എന്ന് കാണിക്കുവാണ്. വാണ്ടർ അബൌവ് ദ സീ ഓഫ് ഫോഗിനകത്ത് നേച്ചറിൻ്റെ ആ ഒരു വാസ്റ്റ്നെസ്സിനെ കുറിച്ച് പറയുന്നു. ഹ്യൂമൻ ബീങ്സ് അവിടെ ഒറ്റയ്ക്കാണ്. ഹ്യൂമൻ ബീങ്സ് നേച്ചറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആയിട്ടുള്ളൊരു ക്രീച്ചറാണെന്ന് പറയുന്നു. ഇനി മുമ്പിലോട്ട് എന്താണെന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു മനുഷ്യനെയാണ് നമുക്ക് ആ ഒരു പിക്ചറിൽ കാണുന്നത്. മറ്റേ മാൻ ആൻഡ് വുമണിനകത്തെന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് ഒരു ലവിൻ്റെ, റിഫ്ലക്ഷൻ്റെ, ഒരു ഡിവൈൻ കണക്ഷൻ്റെ ഒരു സാങ്ച്വറി ആയിട്ട് മാറുവാണ്. അപ്പോൾ ഇത് രണ്ടും റൊമാൻറ്റിസിസത്തിൻ്റെ എസൻസിനെ ക്യാപ്ചർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇമോഷനെ കാണിക്കുന്നു, നേച്ചറിനെ കാണിക്കുന്നു, സ്പിരിച്വാലിറ്റിയെ കാണിക്കുന്നു, സെർച്ച് ഫോർ മീനിങ്ങിനെ കാണിക്കുന്നു.